തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കോയിൻ പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്കിത് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ് കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കണം. ഇത് ആ കുഴക്കുന്നതിലാണ് ശരിക്കും പൊറോട്ടൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ചായിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്നത്. ആ പൊറോട്ട എന്ന് പറയുന്നത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം കഴിക്കുന്നവർ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. കാരണം നമ്മൾ മൈദയൊക്കെ വെച്ചിട്ടല്ല ചെയ്യുന്നത്, കുറച്ച് ഓയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റോളം ഒന്ന് കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ഞാനിതുപോലെ ഒന്ന് ഓയിലാക്കിയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ആദ്യം ചെറിയ ഒട്ടലൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ മാവ് വേണ്ടത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ടൈറ്റല്ല. അപ്പോൾ നല്ലപോലെ നമ്മളിത് കുഴച്ചൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്. നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതുണ്ടാവുക. അപ്പോൾ നല്ലപോലെ നമ്മളിത് ഇതിൻ്റെ മേലെ ഇനി കുറച്ച് വെളിച്ചെണ്ണയാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിന് മിനിമം 1 മണിക്കൂർ മാറ്റി വെക്കുക. ഞാൻ 2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് പരത്തിയെടുക്കുക. നമുക്ക് ഇനി കുട്ടി ബോൾസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നീളത്തിലൊന്ന് ഷേപ്പാക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ കുട്ടി ബോൾസാക്കി എടുക്കും. നമ്മൾ പൂരിക്കൊക്കെ എടുക്കില്ലേ, അതുപോലെ ആ ഒരു ചെറിയ വലുപ്പത്തിലാണ് നമുക്കിതിൻ്റെ മാവ് വേണ്ടത്. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് നമുക്കിതുപോലെ ഇനി കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അടിയിൽ എണ്ണയാക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നൂൽ പൊറോട്ടക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിന് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി കയ്യിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് ചുരുട്ടിയെടുക്കുന്ന പോലെ തന്നെ അടിവശത്തേക്ക് ആക്കിയിട്ട് അതൊന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഇതൊരു കോയിൻ്റെ അത്രേ വലിപ്പം ഉണ്ടാവുള്ളൂ. അത്ര ചെറിയ കുട്ടി പൊറോട്ടയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് കോയിൻ പൊറോട്ട എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ പാനിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, അതാണ് കുറച്ചും കൂടെ നന്നാവുക. ഇല്ലെങ്കിൽ ഇതുപോലത്തെ തവയിൽ കുറച്ചധികം വെളിച്ചെണ്ണയാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് എടുക്കുന്നതിനേക്കാളും കൂടുതൽ എണ്ണ എടുക്കണം കേട്ടോ ഇതിന്. കാരണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചധികം എണ്ണ വേണം, എന്നാലേ നന്നായിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് നമ്മൾ കുറച്ച് കട്ടിക്ക് ചെയ്തുകൊണ്ട് തന്നെ 2 സൈഡും ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 2 സൈഡും അത്യാവശ്യം വെന്ത് നല്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബൗളിനകത്ത് ഇതിൽ കുറേ പൊറോട്ട ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മൾ മട്ടൻ സാലന അല്ലെങ്കിൽ ചിക്കൻ അതുപോലെ തന്നെ നല്ല ചാറുള്ള കറി ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടാണ് കേട്ടോ ഇത് സാധാരണ കഴിക്കുക. അങ്ങനെ കഴിക്കുന്നതാണ് ഇതിൻ്റെ രീതി. കാരണം ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് പുറംഭാഗം ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്